ജെജു ഐലൻഡിലെ റിസോർട്ടിൽ വെച്ച് റായിമിനെ കണ്ട ഓസ്ക ഫുഡ് കഴിക്കാൻ വേണ്ടി അവളെ അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ച് തീരെ പ്രതീക്ഷിക്കാതെ അവരെ വെയിറ്റ് ചെയ്തതുപോലെ ഇരിപ്പുണ്ടായിരുന്ന ജുവണ്ണെ അവർ മീറ്റ് ചെയ്യുന്നു. രണ്ടുപേരും ശരിക്കും ഷോക്കാവുന്നുണ്ട്. റായും ഓസ്കയ്ക്കൊപ്പം അവിടേക്ക് വന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ജുവൺ ആദ്യമേ തന്നെ വാക്കുകൊണ്ട് അവരുമായി ഫൈറ്റിംഗ് തുടങ്ങുന്നു. ഓസ്ക ഒട്ടും വിട്ടു കൊടുക്കാൻ തയ്യാറാവാതെ എതിർത്ത് നിൽക്കുന്നുണ്ട്. അവസാനം റായും അവനെ മൈൻഡ് ചെയ്യണ്ട, നമുക്ക് ഇവിടെ മാറി നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഓസ്കയെ വിളിച്ചുകൊണ്ട് മറ്റൊരു ടേബിളിനടുത്തേക്ക് ഇരിക്കുന്നു. വെയിറ്റർ വന്നപ്പോഴാണ് ഇന്ന് ആ റെസ്റ്റോറൻറ്റിലെ മുഴുവൻ ടേബിളും ജുവൺ ബുക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് അറിയുന്നത്. അങ്ങനെ അവർക്കും അവൻ്റെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടി വരുന്നു. ആ സമയത്തും ഓസ്കയെ കൊച്ചാക്കാൻ കിട്ടുന്ന ഒരവസരം പോലും ജുവൺ മിസ്സാക്കുന്നില്ല. ഓസ്ക അവനെ മൈൻഡ് ചെയ്യാതെ റായിമിനോടൊപ്പം എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. റായിമും അവൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി തമാശ പറയുന്നതും അവൾ അവൻ്റെ മുന്നിൽ ചിരിക്കുന്നതുമൊക്കെ കണ്ടപ്പോൾ ജുവണിന് അസൂയ സഹിക്കാൻ കഴിയുന്നില്ല. ഈ സമയത്താണ് സോൺ അവിടെ പെർഫോം ചെയ്യാനായി വന്നത്. അവൻ്റെ പാട്ട് തുടങ്ങിയതോടെ രണ്ടുപേരുടെ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ഓസ്ക റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് നിശബ്ദമായി പാട്ട് കേൾക്കാൻ തുടങ്ങുന്നു. ഒരു റൊമാൻറ്റിക് മെലഡി ആയിരുന്നു അവൻ പാടിയത്. അത് കേട്ടപ്പോൾ ജുവണ്ണും റായിമിനും അവരെ റിലേറ്റ് ചെയ്ത കുറച്ച് സംഭവങ്ങൾ മനസ്സിൽ വരുന്നു. അവൻ ബാഗിൻ്റെ പേരിൽ അവളെ അപമാനിച്ചു വിട്ട ദിവസം അവൾ വഴിയിലൊരിടത്ത് വന്ന് കുറേയധികം സമയം വിഷമിച്ചിരുന്നല്ലോ. ആ സമയത്തൊക്കെ ജുവൺ അവൾക്ക് പിന്നാലെ എത്തി കുറച്ച് ദൂരെ നിന്ന് അവളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ബാഗിൽ പിന്നുകുത്തിയ ഭാഗത്ത് അവൾ കർച്ചീഫ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുന്നതൊക്കെ അവൻ അവിടെ നിന്ന് കണ്ടിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ അവന് ശരിക്കും വിഷമം തോന്നുകയും ചെയ്തിരുന്നു. വെള്ളത്തിലിറങ്ങി അവളുടെ ബൈക്കിൻ്റെ താക്കോലും അവൻ തപ്പിയെടുത്തിരുന്നല്ലോ. അതുപോലെ തന്നെ അന്ന് അവളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ ഡ്രസ്സും ബാഗും ചെരുപ്പും എല്ലാം അവൻ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അങ്ങനെ അവൾക്ക് വേണ്ടി അവൾ അറിയാതെ പല കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് റായിമിൻ്റെ കാര്യവും. അവൻ ബാക്കി ക്യാഷ് കൊടുക്കാനുള്ള അഡ്രസ്സ് അയച്ചു തരുന്നതും വെയിറ്റ് ചെയ്ത് അവൾ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. അവൻ അഡ്രസ്സ് അയച്ചു കൊടുത്ത ശേഷം അവൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നന്നായി ഒരുങ്ങിപ്പോകണമെന്ന് കരുതി അയോങ്ങിൻ്റെ വാർഡ്രോബിലുണ്ടായിരുന്ന കുറേ ഡ്രസ്സുകൾ അവൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അവൾക്ക് സൂട്ടാവുന്നില്ല. അവസാനം അത്യാവശ്യം വൃത്തിയുണ്ട് എന്ന് തോന്നിയ അവൾക്ക് നന്നായി ചേരുന്ന ഒരു ഡ്രസ്സായിരുന്നു അവൾ ധരിച്ചത്. കഴുത്തിൽ കർച്ചീഫ് ചുറ്റുന്നത് ക്യൂട്ടായി തോന്നും എന്ന് അയോങ് പറഞ്ഞതുകൊണ്ട് അവനെക്കുറിച്ച് ക്യൂട്ടായി തോന്നിക്കോട്ടെ എന്ന് കരുതിയാണ് അവൾ കഴുത്തിൽ കർച്ചീഫും ചുറ്റിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയത്. അങ്ങനെ അവളും തന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും പാട്ട് കേട്ട് ഇതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പാട്ട് തീർന്നപ്പോൾ ഓസ്ക അവരോട് പറഞ്ഞിട്ട് എഴുന്നേറ്റ് സോണിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇത്തവണ അവനെ ടീമിലേക്ക് ക്ഷണിക്കാനല്ല ഓസ്ക ചെന്നത്. തലേദിവസം രാത്രി എന്തിനാണ് പോലീസിനെ വിളിച്ചു വരുത്തി തന്നെ സ്റ്റേഷനിൽ കയറ്റിയതെന്ന് ചോദിക്കാനായിരുന്നു ഓസ്ക ചെന്നത്. നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് കാശ് കൊടുത്ത് ഒതുക്കിയേനെ. ആരെങ്കിലും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഓസ്ക ചോദിച്ചപ്പോൾ നിങ്ങളെപ്പോലെയുള്ള പണക്കാർക്ക് കാശ് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണല്ലോ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, 3 പേർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ ഹോട്ടലിലെ മുഴുവൻ ടേബിളും നിങ്ങൾ റിസർവ് ചെയ്തതല്ലേ എന്നൊക്കെ ചോദിച്ച് സോൺ അവനെ കുറ്റപ്പെടുത്തുന്നു. താനല്ല അങ്ങനെ ചെയ്തത് എന്ന് പറയാനുള്ള സമയം പോലും അവൻ ഓസ്കയ്ക്ക് നൽകുന്നില്ല. അവർക്ക് 3 പേർക്കും വേണ്ടി മാത്രം പെർഫോം ചെയ്യേണ്ടി വന്നതിൻ്റെ ദേഷ്യമായിരുന്നു സോണിന്. അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഓസ്ക അവനെ പിടിച്ച് നിർത്തിയിട്ട് നീ വിചാരിക്കുന്നത് പോലെ ഞാനല്ല ഇവിടുത്തെ ടേബിൾ മുഴുവൻ റിസർവ് ചെയ്തത്. മാത്രമല്ല ഞാൻ ഒരിക്കലും നിന്റെ പെർഫോമൻസിനെ കളിയാക്കിയിട്ടില്ല. നിന്റെന്നല്ല ആരുടെയും പെർഫോമൻസിനെ ഞാൻ കളിയാക്കാറില്ല. കാരണം എനിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ ഓസ്ക പറയുന്നു. ഈ സമയമൊക്കെ അവൻ സോണിന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. കയ്യിൽ നിന്ന് പിടിവിടാൻ സോൺ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പെരുമാറാമെന്ന വാക്ക് തന്നാലേ ഞാൻ പിടിവിടുകയുള്ളൂ എന്ന് പറഞ്ഞ് ഓസ്ക നിർബന്ധം പിടിക്കുന്നു. നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത്. എനിക്ക് ആണുങ്ങളെ ഇഷ്ടമാണ്, ഞാൻ ഗേ ആണ് എന്ന് ഒരു വാണിംഗ് പോലെ സോൺ പറയുന്നുണ്ട്. ഓസ്ക ആദ്യം അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. എന്നെ ഓടിച്ചുവിടാൻ വേണ്ടി നീ വെറുതെ കള്ളം പറയുന്നതല്ലേ, ഞാനിത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ഓസ്ക പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് സോൺ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതോടെ അവൻ കയ്യിലെ പിടി വിടുന്നുണ്ട്. സോൺ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ജുവൺ ഈ സമയം റായിമിനോട് ഓസ്കയുടെ മുന്നിലിരുന്ന് കൊഞ്ചു കുഴിഞ്ഞതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ മുന്നിലിരിക്കുമ്പോൾ നിനക്ക് ചിരിക്കാൻ അറിയാമല്ലോ, നിന്റെ കണ്ണുകൾക്കൊക്കെ എന്തൊരു തിളക്കമായിരുന്നു, എന്നോട് മാത്രമാണോ നിനക്ക് ഇത്ര ദേഷ്യം എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഓസ്ക നിന്നെ പോലെയല്ല എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, ഒരു പെൺകുട്ടിയോടെന്ന പോലെയാണ് എന്നോട് പെരുമാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ പെൺകുട്ടിയെ പോലെ നിൽക്കുന്നത് എന്നൊക്കെ റായിം പറഞ്ഞപ്പോൾ അവന് നിന്നെപ്പോലെ ഒരു പെണ്ണിന്റെ ആവശ്യമില്ല, ഒരു വണ്ടി നിറയെ പെണ്ണുങ്ങൾ അവന്റെ പുറകെ നടപ്പുണ്ട് എന്ന് ജുവൺ പറയുന്നു. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അദ്ദേഹം എന്നോടൊപ്പമാണ് എന്നുള്ളതാണ് എന്ന് റായിം പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂൻസ്യോൾ അവരുടെ അടുത്തേക്ക് വരുന്നു. ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിനായി അവൾ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. ജുവണിനെ അവിടെ വെച്ച് കാണുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് ഭയങ്കര മാജിക്കായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് അഭിനയിക്കുന്നു. അവളുടെ സംസാരം കേട്ടപ്പോൾ റായിമിന് ചിരി അടക്കാൻ കഴിയുന്നില്ല. ജുവണിനെ കളിയാക്കുന്നത് പോലെ അവൾ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് യൂൻസ്യോൾ അവളെ ശ്രദ്ധിക്കുന്നത്. മുമ്പ് ഒരു തവണ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും യൂൻസ്യോളിന് പെട്ടെന്ന് അവളെ ഓർമ്മ കിട്ടുന്നില്ല. എന്നാലും റായിമിന്റെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടപ്പോൾ അവൾ അത്ര വലിയ കുടുംബത്തിൽ നിന്നൊന്നുമല്ല, ഏതോ സാധാരണക്കാരിയാണ് എന്ന് യൂൻസ്യോളിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം റായിമിനെ പരിഹസിക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ ആരാണ് എന്ന് യൂൻസ്യോൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ജുവൺ അതിന് മറുപടി നൽകാൻ പോലും അവസരം നൽകാതെ
അവളെ അവിടുന്ന് പറഞ്ഞയക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവൾക്ക് അവിടെ നിന്ന് പോവേണ്ടി വരുന്നു. മര്യാദക്കാരിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി റായിമിനോടൊരു ഹായ് പറഞ്ഞിട്ടായിരുന്നു യൂൻസിയോൾ പോയത്. അത് കഴിഞ്ഞപ്പോഴാണ് റായിമിന് അവളെ ഓർമ്മ വരുന്നത്. അങ്ങനെ അവൾ വേഗം എഴുന്നേറ്റ് യൂൻസിയോളുടെ പുറകെ ചെല്ലുന്നു. അവളെ വിളിച്ചു നിർത്തിയിട്ട് നിനക്കെന്നെ ശരിക്കും ഓർമ്മയില്ലാത്തതാണോ അതോ ഓർമ്മയില്ലാത്തതുപോലെ അഭിനയിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് റായിം അടുത്തേക്ക് എന്നത്. യൂൻസിയോളിന് ശരിക്കും അവളെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. നിന്റെ ഫ്രണ്ടിന്റെ ബാഗ് ഞാനന്ന് കള്ളൻ്റെ കയ്യിൽ നിന്ന് തിരികെ കൊണ്ട് തന്നിരുന്നു, എന്നിട്ടും നീ എന്നെ മറന്നുപോയോ എന്ന് റായിം ചോദിച്ചപ്പോഴാണ് യൂൻസിയോളിന് അവളെ ഓർമ്മ വന്നത്. പെട്ടെന്ന് അന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ചത് ഓർത്ത് അവൾ കഴുത്തിൻ്റെ അടുത്തേക്ക് അറിയാതെ കൈ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇവരുടെ പുറകെ ജൂവൺ അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. അവൻ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. എന്നാൽ ഇവർ സംസാരിക്കുന്നത് അവന് കേൾക്കാം. യൂൻസിയോളിന് അവളെ മനസ്സിലായെങ്കിലും ഓർമ്മയില്ലാത്തതുപോലെ അഭിനയിക്കുന്നു. അത് കണ്ടപ്പോൾ റായിമിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അന്ന് നിന്റെ ഫ്രണ്ടിനെ സഹായിച്ചതിന് പകരമായി എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യില്ല എന്ന് നീ വാക്ക് തന്നിരുന്നതല്ലേ, എന്നിട്ട് നീ എന്തിനാണ് കംപ്ലൈൻറ്റ് ചെയ്തത്? അതുകൊണ്ട് അവളുടെ ജോലി നഷ്ടപ്പെടേണ്ടതായിരുന്നു, വളരെ മോശമായി പോയി എന്നൊക്കെ റായിം പറയുന്നു. സംഭവം എന്താണ് എന്ന് ജൂവണിന് അപ്പോഴേക്കും മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവളോട് മതിയാക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവനെ കണ്ടതോടെ യൂൻസിയോൾ റായിം കാരണം ആകെ പേടിച്ചതുപോലെ അഭിനയിക്കാൻ തുടങ്ങുന്നുണ്ട്. റായിമിന് അത് കണ്ടപ്പോൾ ഒന്നുകൂടി ദേഷ്യം വരുന്നു. അവളോട് മതിയാക്കാൻ പറഞ്ഞെങ്കിലും ജൂവൺ അവളെ വഴക്ക് പറയുകയാണ് ചെയ്തത്. മാത്രമല്ല യൂൻസിയോളിനോട് ക്ഷമ പറയാനും ആവശ്യപ്പെടുന്നു. ഇക്കാര്യത്തിൽ അവൻ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് റായിം പറഞ്ഞപ്പോൾ മറ്റാരെക്കാളും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നത് എനിക്കാണ്. കാരണം ഇതിൻ്റെ പരാതി വന്നത് എൻ്റെ മുന്നിലാണ്. അതുകൊണ്ട് ഇതിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. നീ ഇപ്പോൾ തന്നെ അവളോട് ക്ഷമ പറയണമെന്ന് അവൻ വീണ്ടും പറയുന്നു. യൂൻസിയോളിന് ശരിക്കും സന്തോഷമാവുന്നു. അവൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് റായിമിനെ വീണ്ടും വിഷമിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് ക്ഷമ പറയുന്നത് എന്ന് അവൾ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഒരു വർഷം എത്ര ലക്ഷം രൂപ ആ ഷോപ്പിംഗ് മാളിൽ ചെലവഴിച്ചിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു VIP ട്രീറ്റ്മെന്റ് നൽകുന്നതെന്ന് നിനക്കറിയാമോ? അങ്ങനെയുള്ളവർക്ക് മാത്രം കയറാൻ വേണ്ടിയിട്ടാണ് VIP ലോഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടേക്ക് അർഹതയില്ലാത്ത നീ കയറിയത് തെറ്റ് തന്നെയാണ് എന്നൊക്കെ അവൻ അവളോട് പറയുന്നു. യൂൻസിയോൾ ശരിക്കും സന്തോഷം നിൽക്കുകയാണ്. എന്നാലും അത് പുറത്ത് കാണിക്കാതെ വിഷമം അഭിനയിച്ചുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്ന് അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ഭാഗത്താണോ തെറ്റ് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് എന്നൊക്കെ നല്ലവളാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവൾ പറയുന്നു. അപ്പോഴാണ് ജൂവൺ അവൾക്കിട്ടും പണി കൊടുത്തത്. നീയും ഇവളോട് ക്ഷമ പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിന്റെ ഫ്രണ്ടിൻ്റെ ബാഗ് കണ്ടെത്തി തന്നപ്പോൾ അതിന് പകരമായി ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യില്ല എന്ന് നീ വാക്ക് കൊടുത്തിരുന്നതല്ലേ, എന്നിട്ട് നീ എന്താണ് വാക്ക് പാലിക്കാതിരുന്നത്? അത് നിന്റെ ഭാഗത്ത് തെറ്റാണ് എന്ന് പറഞ്ഞ് ജൂവൺ അവളെ കുറ്റപ്പെടുത്തുന്നു. അതിന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിരുന്നില്ല, അവൾ കണ്ടുപിടിച്ച് തന്നത് എൻ്റെ ബാഗൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് യൂൻസിയോൾ തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നു. റായിമിനാണെങ്കിൽ ദേഷ്യം സഹിക്കവയ്യാതെ അവളെ അടിക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ജൂവൺ പെട്ടെന്ന് അവളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. ഈ സമയത്താണ് യൂൻസിയോളിന്റെ പുറകിലെത്തിയിരുന്ന ഓസ്ക റായിമിനോടും ജൂവണിനോടും അവിടെ നിന്ന് ഒന്ന് മാറി തരുമോ, യൂൻസിയോളിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് റിക്വസ്റ്റ് ചെയ്തത്. അവ തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് ജൂവണിന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഓസ്ക വളരെ സീരിയസ് ആയതുകൊണ്ട് തന്നെ അവൻ പിന്നീട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ റായിമിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. റായിം അവൻ്റെ ഒപ്പം നടക്കുന്നുണ്ടെങ്കിലും നേരത്തെ അവൻ യൂൻസിയോളിന്റെ ഭാഗം പിടിച്ച് സംസാരിച്ചതുകൊണ്ട് അതിൻ്റെ പിണക്കത്തിലാണ്. അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പിണങ്ങിയാണ് അവൾ നടക്കുന്നത്. നീ എന്നോട് പിണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അവളെ ന്യായീകരിച്ച് പറഞ്ഞതല്ല, ശരിക്കുമുള്ള കാര്യം പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ജൂവൺ പിണക്കം മാറ്റാനായി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഒരു മനുഷ്യന് അത്രയും ലക്ഷങ്ങൾ എങ്ങനെയാണ് ഒരു ഷോപ്പിംഗ് മാളിൽ ഓരോ വർഷവും ചിലവഴിക്കാൻ കഴിയുന്നത്? അവരും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? എനിക്കത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ റായിം വീണ്ടും പറഞ്ഞപ്പോൾ നിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്ന് അവൻ ചോദിക്കുന്നു. ഒരുപാടില്ല, എന്നാലും കുറച്ച് കാശുണ്ട് എന്ന് അവൾ പറഞ്ഞപ്പോൾ നിന്റെ അക്കൗണ്ടിൽ ഇപ്പോഴുള്ള ബാലൻസ് എത്രയാണ് എന്ന് നിനക്ക് കൃത്യമായി അറിയാം. പക്ഷേ അവർക്കൊന്നും അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഓരോ സെക്കൻഡിലും അവരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നീയും അവരും തമ്മിലുള്ള വ്യത്യാസം. അത്രയൊക്കെ കാശ് കയ്യിലുണ്ടെങ്കിലും അവർക്കിവിടെ ഭരണം നടത്താനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ ആകെ ആഗ്രഹിക്കുന്നത് സാധാരണക്കാരിൽ നിന്ന് അവർക്ക് കുറച്ച് വ്യത്യാസമാണ്, അതെങ്കിലും സമൂഹം അവർക്ക് നൽകണ്ടേ എന്നൊക്കെ പറഞ്ഞ് ജൂവൺ പണക്കാരെക്കുറിച്ച് അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീയും അവരെ പോലെ തന്നെയാണോ ചിന്തിക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു. ആ സമയത്താണ് ജങ്സു അവളുടെ സീനിയറിനൊപ്പം അവർക്ക് മുന്നിലെത്തിയത്. അവനോട് പറയാതെയാണല്ലോ അവൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ പേരിൽ അവൻ അവളെ വഴക്ക് പറയാൻ തുടങ്ങുന്നു. അവൾ അവർക്കൊപ്പം ഷൂട്ടിന് വേണ്ടിയല്ല വന്നിരിക്കുന്നതെന്ന് ജൂവണ്ണും ഇപ്പോഴാണ് അറിയുന്നത്. കാർ സ്റ്റണ്ട് ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത്. ഒരു ഹെൽപ്പറായി മാത്രം എന്നെ കൂട്ടിയാൽ മതി, ദയവായി ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് എന്നൊക്കെ റായും ജങ്സുവിനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരു ഫ്രീ ടിക്കറ്റ് കിട്ടിയതുകൊണ്ടാണ് വന്നത് എന്നും അവൾ പറയുന്നു. അവൾ എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ജങ്സു ചോദിച്ചപ്പോൾ അടുത്ത് ഒരിടത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്പാ ഉണ്ട്, അവിടെ കഴിഞ്ഞോളാമെന്ന് അവൾ പറയുന്നു. ജൂവൺ അത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടുന്നുണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണ് ആളുകൾക്ക് താമസിക്കാൻ പറ്റുക എന്ന് ചോദിച്ച് അവൻ ഇടയ്ക്ക് കയറുന്നു. ജങ്സുവും അവളെ വഴക്ക് പറയുന്നുണ്ട്.
അതിനുശേഷം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന റൂം കാർഡ് എടുത്ത് അവൾക്ക് നൽകിയിട്ട് തൻ്റെ റൂമിൽ പോയി വെയിറ്റ് ചെയ്യാൻ പറയുന്നു. റൂം കീ കിട്ടിയതോടെ റായും സന്തോഷത്തോടെ ജങ്സുവിൻ്റെ മുറിയിലേക്ക് നടക്കുന്നു. വേറൊരുത്തൻ്റെ മുറിയിൽ പോയി വെയിറ്റ് ചെയ്യുന്നതിന് നിനക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ചോദിച്ചുകൊണ്ട് ജൂവൺ അവളുടെ പുറകെ ചെല്ലുന്നുണ്ട്. അവൾ പക്ഷേ പതിവ് പോലെ അവനെ മൈൻഡ് ചെയ്യാതെ ഞാനൊന്ന് കുളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത്. അതുകൂടി കേട്ടപ്പോൾ ജൂവൻ്റെ ടെൻഷൻ ഒന്നുകൂടി കൂടുന്നു. അങ്ങനെ അവനും അവിടെ താമസിക്കാനായി മുറി അന്വേഷിക്കുന്നു. പക്ഷേ ഷൂട്ടിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കാണ്. മിക്കവാറും റൂമുകളെല്ലാം തന്നെ ബുക്കായി കഴിഞ്ഞിരിക്കുന്നു. അവൻ അവിടെ എത്തുമ്പോൾ സ്ഥിരമായി താമസിക്കുന്ന ഒരു റൂമുണ്ട്. അവിടെ ഓസ്കാർ കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അതും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കഷ്ടിച്ച് ഇപ്പോൾ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് സെക്രട്ടറിക്കും അവനെ അറിയിക്കുന്നു. തൻ്റെ സ്ഥിരം റൂമിൽ ഓസ്കാർ കയറി പറ്റിയിരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ട്. ഓസ്കാർ ഈ സമയം ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയി നിന്ന് യൂൻസിയോളുമായി സംസാരിക്കുകയായിരുന്നു. തന്നെ ഫോളോ ചെയ്താണോ അവൾ അവിടേക്ക് വന്നത് എന്ന് അവൻ ചോദിക്കുന്നു. അവനെ അങ്ങനെ പ്രത്യേകിച്ച് ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവൻ എവിടെയാണ് എന്നുള്ളത് പത്രത്തിൽ നോക്കിയാലും അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ യൂൻസിയോൾ പറയുന്നു. അവൾ ജൂവണുമായി 1-2 തവണ ബ്ലൈൻഡ് ഡേറ്റിന് പോയിരുന്നല്ലോ, അതിനെപ്പറ്റിയും അവൻ ചോദിക്കുന്നുണ്ട്. ജൂവണിനെ വിവാഹം കഴിക്കാനാണോ അവൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ അതുമായി വളരെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ മുന്നിലും നമ്പർ 1 ചോയ്സ് ആയിട്ട് നിൽക്കുന്നത് ജൂവൺ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ജൂവണിന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ്. എനിക്ക് നിന്നോട് വീണ്ടും ഫ്രണ്ട് ആയാൽ കൊള്ളാമെന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. മുമ്പും നമ്മൾ തമ്മിൽ അത്ര സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നും ആയിരുന്നില്ലല്ലോ, നമ്മൾ തമ്മിൽ ശരിക്കും പ്രണയത്തിലായിരുന്നില്ലല്ലോ എന്നൊക്കെ അവൾ വളരെ നിസ്സാരമായി പറയുന്നു. ഓസ്കയ്ക്ക് ഇതൊക്കെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ പക്ഷേ അവനെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെ പിന്നെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിലാണ് കുറച്ച് മുമ്പ് ജൂവണിനൊപ്പം ഉണ്ടായിരുന്ന ആ പിച്ചക്കാരി ഏതാണ് എന്ന് അവൾ ചോദിച്ചത്. ഓസ്കയ്ക്ക് അത് കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വരുന്നു. നിന്റെ നാക്ക് നിയന്ത്രിക്കുന്നതാണ് നല്ലത്, അവളെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്, അവൾ എൻ്റെ ഗസ്റ്റാണ് എന്ന് അവൻ വാണിംഗ് പോലെ പറയുന്നു. നിന്റെ സ്റ്റാൻഡേർഡും അത്രയ്ക്ക് തരം താഴ്ന്നോ എന്ന് യൂൻസിയോൾ ചോദിച്ചപ്പോൾ നിന്നോടല്ലേ അങ്ങനെ സംസാരിക്കരുത് എന്ന് പറഞ്ഞത്, എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ റിലേഷനിലാണ് എന്നൊക്കെ അവളോടുള്ള വാശിക്ക് പറഞ്ഞിട്ട് ഓസ്കാർ അവിടെ നിന്ന് പോകുന്നു. യൂൻസിയോളിന് ശരിക്കും അതൊരു ഷോക്കായിരുന്നു. ഓസ്കയെ ഇഷ്ടമല്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവളുടെ മനസ്സിൽ അവനോട് ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ റായിമിനെ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞത് അവൾക്ക് വല്ലാതെ ഹേർട്ട് ചെയ്യുന്നു. തിരികെ നടക്കുന്നതിനിടയിൽ ഓസ്കാർ അവർ പ്രണയിച്ചിരുന്ന സമയത്തെ കാര്യം ഓർക്കുന്നുണ്ട്. അവൻ അവളുടെ കാര്യത്തിൽ ശരിക്കും സീരിയസ് ആയിരുന്നു. ഒരു ദിവസം അവളെ പ്രപ്പോസ് ചെയ്തതുമാണ്. പക്ഷേ അവൾ പ്രപ്പോസൽ സ്വീകരിക്കാൻ തയ്യാറാവാതെ ഇതൊക്കെ എനിക്ക് വെറുമൊരു തമാശ മാത്രമായിരുന്നു, അല്ലാതെ നിന്നെ വിവാഹം കഴിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് ഇവിടെ വെച്ച് ബ്രേക്കപ്പ് ആകാമെന്ന് അവനോട് അങ്ങോട്ട് പറയുകയായിരുന്നു. അങ്ങനെയാണ് അവർ തമ്മിൽ പിരിയേണ്ടി വന്നത്. അവൾ അങ്ങനെ റിജക്റ്റ് ചെയ്യുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ അവനെന്ന് വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഇപ്പോഴും ആ വിഷമം അവൻ്റെ ഉള്ളിലുണ്ട്. അവൻ നേരെ പോയത് ജൂവൺ സ്റ്റേ ചെയ്യുന്ന റൂമിലേക്കാണ്. വാതുക്കൾ തട്ടി ജൂവണിനെ പുറത്തേക്ക് വിളിച്ചിട്ട് ഒരു സൈക്കിൾ റൈഡിംഗ് മത്സരത്തിന് വരുന്നോ എന്ന് അവൻ ചോദിക്കുന്നു. ജൂവൺ പക്ഷേ അതിനുള്ള മൂഡിലായിരുന്നില്ല. നല്ല തണുപ്പുണ്ട്, ഞാൻ റൂമിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ ഓസ്കാർ അവനെ പിടിച്ചു നിർത്തിയിട്ട് നീ ഈ മത്സരത്തിൽ ജയിച്ചാൽ നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ താമസം മാറിയേക്കാം, അത് മാത്രമല്ല ഇവിടെയുള്ള നിന്റെ റൂമും നീ തന്നെ എടുത്തോ എന്ന് ഓസ്കാർ പറയുന്നു. അവൻ ഇത്ര സീരിയസ് ആയി പറയുന്നതുകൊണ്ട് തന്നെ ജൂവൺ ബാക്കി കേൾക്കാൻ നിൽക്കുന്നുണ്ട്. ശരിക്കും എന്താണ് അവന് വേണ്ടത് എന്ന് ജൂവൺ ചോദിച്ചപ്പോൾ ഞാൻ ജയിക്കുകയാണെങ്കിൽ റായിമിനെ എനിക്ക് വിട്ടു തരണം എന്ന് ഓസ്കാർ പറയുന്നു. ശരിക്കും സീരിയസ് ആയിട്ട് തന്നെയാണോ അവൻ ഇതൊക്കെ പറയുന്നതെന്ന് ജൂവൺ ചോദിച്ചപ്പോൾ ഞാൻ വളരെ സീരിയസ് ആണ്, എനിക്കിപ്പോൾ റായിമിനെ അത്യാവശ്യമാണ് എന്ന് ഓസ്കാർ പറയുന്നുണ്ട്. റായിം ജെങ്സുവിന്റെ മുറിയിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പുറത്ത് ജൂവന്റെയും ഓസ്കയുടെയും സംസാരം കേട്ടത്. അവൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു. അവർ രണ്ടുപേരും കൂടി ട്രെക്കിങ്ങിനുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് സൈക്കിളുമായി പോകുന്നത് അവൾ കാണുന്നു. സൈക്കിൾ വണ്ടിയിൽ കയറ്റി ട്രെക്കിങ്ങിനുള്ള സ്ഥലത്തേക്ക് പോവാനാണ് ഓസ്കയും ജൂവണും ഉദ്ദേശിക്കുന്നത്. തോൽക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ അവന് ഇപ്പോൾ വേണമെങ്കിൽ പിന്മാറാം, എന്തായാലും തോറ്റു തരാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല, റായിമിനെ എനിക്കിപ്പോൾ വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ട് ജയിക്കാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ എന്നൊക്കെ ഓസ്കാർ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ജൂവണ്ണോട് പറയുന്നു. അവൻ വളരെ സീരിയസ് ആണ് എന്ന് മനസ്സിലായതോടെ തോറ്റു തരാൻ എനിക്കും യാതൊരു ഉദ്ദേശവുമില്ല എന്ന് ജൂവണ്ണും പറയുന്നു. ഈ സമയത്താണ് റായ് ഒരു കോട്ടൊക്കെ ധരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നിട്ട് ട്രെക്കിംഗ് എനിക്കും വളരെ ഇഷ്ടമാണ്, കുറച്ചൊക്കെ എനിക്കും അറിയാം, എന്നെ കൂടി കൊണ്ടുപോകുമോ എന്ന് ഓസ്കയോട് ചോദിച്ചത്. അവൾക്ക് പറ്റിയ പണിയല്ല ഇത് എന്ന രീതിയിൽ ജൂവൺ സംസാരിച്ചപ്പോൾ നിന്നോടല്ല ഞാൻ ചോദിച്ചത് ഓസ്കയോടാണ് എന്ന് പറഞ്ഞ് റായ് വീണ്ടും ഓസ്കയോട് സംസാരിക്കുന്നു. അവൾ വരുന്നതിൽ അവന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ തങ്ങൾ ഒരു ബെറ്റ് വെച്ച് മത്സരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഓസ്കർ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഞാനും കൂടി മത്സരിക്കാം, ഞാൻ ജയിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് സാധിച്ചു തന്നാൽ മതി എന്നവൾ പറയുന്നു. എന്താണ് റിക്വസ്റ്റ് എന്ന് അവൻ അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്. ഞാൻ ജയിക്കുകയാണെങ്കിൽ അവൻ്റെ മ്യൂസിക് ആൽബത്തിൽ തനിക്ക് ചാൻസ് നൽകണമെന്നാണ് റായും ആവശ്യപ്പെട്ടത്. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഓസ്കർ സമ്മതിക്കുന്നു. അവരെന്താണ് ബെറ്റ് വെച്ചതെന്ന് ചോദിച്ചിട്ട് അവർ പറയുന്നില്ല. എന്തായാലും 3 പേരും കൂടിയാണ് ട്രെക്കിങ്ങിന് പോയത്.